ഹലോ മച്ചാമാരെ, നമ്മൾ മുത്താണ് വെച്ച് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് റോക്കി. മച്ചാമാരെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ വന്നിട്ട് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്ററും പിന്നെ കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് വീഡിയോസിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതിനു മുമ്പ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക സീസണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഇലകളും പൊഴിഞ്ഞ ഇലകളൊക്കെ പുതിയ ഇലകളൊക്കെ വന്ന് പുതിയ പൂക്കളൊക്കെ വന്ന് അങ്ങനെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് വെയിലൊക്കെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക നല്ല ക്ലൈമറ്റാണ്. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ്. ഹായ് മച്ചാ പറഞ്ഞാൽ നമ്മളപ്പോൾ പുറത്തോട്ടിറങ്ങിയേക്കണേ കേട്ടോ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വെയിലുണ്ട്, പിന്നെ പുറത്തിങ്ങനെ നടക്കാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പൂക്കളും സംഭവങ്ങളൊക്കെ ഇവിടുത്തെ കുറേ പുതുതായിട്ട് ഉണ്ടാക്കിയേക്കണ ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഉണ്ടായേക്കണ പുതിയ പൂക്കളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിപ്പുണ്ട് കേട്ടോ. ഭയങ്കര സൗണ്ട്. ചിലത് കുറച്ചും കൂടി ലൈറ്റ് വൈറ്റ് കളറാണ്. അതിലിങ്ങനെ വെയിലടിക്കാൻ നേരത്ത് കിട്ടുന്ന വൈബ് അടിപൊളിയാണ്. അത്യാവശ്യം നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. സ്പ്രിംഗ് സീസൺ ശരിക്കും കളർഫുള്ളാണ് കേട്ടോ. പല നിറത്തിലുള്ള പൂക്കളും ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ റോഡ് തന്നെ കണ്ടില്ലേ, മൊത്തത്തിലൊരു കളർഫുൾ ഫീൽ ചെയ്യും. സത്യം പറഞ്ഞാൽ നാട്ടിലായിരുന്നപ്പോൾ ശരിക്കും മഴക്കാലം വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ്. ഒരുപാട് മഴ എപ്പോഴും ഉണ്ടാവണം, അല്ലെങ്കിൽ മഴയത്ത് നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നേ പിന്നെ എന്താ പറയുക, ഇവിടെ വന്നേ പിന്നെ ഏറ്റവും കൂടുതൽ മഴ ചെയ്തുകൊണ്ട് ഇപ്പം ഇടയ്ക്ക് വെയിൽ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. മച്ചാമാരെ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്ടോ ഈ ഒരു സമയത്ത് ഇതിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള തണുപ്പില്ല, പക്ഷേ എന്താ പറയുക നിറച്ചും പൂക്കളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. വഴിയിലൊക്കെ കണ്ടില്ലേ, നിറച്ചും പൂക്കളാണ് കേട്ടോ. എല്ലാ എന്താ പറയുക റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇതേപോലെ ഇഷ്ടംമാരെ പൂക്കൾ ഇങ്ങനെ നിൽക്കണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ കഴിഞ്ഞ് സമ്മർ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് ഈ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഈ വിൻ്ററിൽ ഫുള്ള് ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇലകളും പച്ചപ്പൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഈ സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഈ കണ്ട പൂക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഇതാണ് കേട്ടോ. പണ്ടൊക്കെ ഈ പൂവ് നേരിട്ട് എന്നെങ്കിലും നേരിട്ട് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ചെറി ബ്ലോസം എന്നാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ കുറേ പെയിൻറ്റിങ്ങുകളിലും കുറേ ഫോട്ടോഗ്രാഫീസിലൊക്കെ ഇത് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. ഈ സീസണിലെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ മുത്താണ് കൊച്ചി. പൂക്കൾ പൂക്കും തരുണം മാറുഹിരേ பார்த்ததாருமில்லையே புலரும் காலை பொழுதை முழுமதியும் பிரிந்து போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லையே எதுவும் பேசவில்லை இன்று ஏனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லையே அது விழுந்தால் பகலும்